ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്. ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ. അച്ഛനും അമ്മയും ഞങ്ങളും കൂടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഓണം വെക്കേഷനിൽ വന്നതാണ് വീട്ടിലേക്ക്. അപ്പോൾ എന്താ പറയുക, പരിചയേട്ടൻ ഒരു ദിവസം പറഞ്ഞു എന്നാൽ നമുക്ക് പുറത്ത് പോവാം, ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാം. എവിടെയും പോയിട്ടില്ല കുട്ടികളായിട്ട്. അപ്പോൾ അവർക്ക് ഒഴിവല്ലേ, എവിടെയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പരാതിയാവും. അപ്പോൾ എന്നാൽ ശരി, ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാം. കുറേ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. ചാവക്കാട്ടിലേക്കാണ് പോണത് കേട്ടോ. ചാവക്കാട് ഫാം വില്ല എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ടൊരു ഫാമുണ്ട്. അപ്പം എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഫാം വില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മറിയൻ വേൾഡൊക്കെ ഉണ്ട്. കുറേ എന്താ പറയുക, മീനുകളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് കേട്ടിട്ടേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പം എന്നാൽ ശരി, ഒന്ന് പോയി നോക്കാം, കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടമാവുമല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനുള്ള ലെവലിൽ നമ്മൾ ആ സമയത്ത് തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് കുറച്ച് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയി ഇതാ സ്ഥലം എത്തിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റിന് 150 രൂപയാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ കാഴ്ചയൊക്കെ കാണാം കേട്ടോ. നോക്കിക്കോളൂ കേട്ടോ, കൈ ഇതാവണ്ടേ. എനിക്ക് വേണ്ട. ഇനി ഓടാൻ വേണ്ടി നോക്കി നേരം വിളിച്ചപ്പോൾ ആൾക്കാർ എന്ത് പ്രാണ്ടായത് നല്ലതാ. ഒരു കുത്തു വന്നാൽ മതിട്ടോ. അച്ഛനോട് പറയാം, അച്ഛനോട് പറയൂ. കണ്ടുവന്നോ? തൊട്ടാ വേണ്ട. ഇതെന്താ ചെറിയ പറഞ്ഞു ആവോ? നമ്മൾ ഉച്ചനേരത്താണ് പോയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു.
അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാണ് ആ നേരത്തെ ഇറങ്ങിയത്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ നമുക്കിങ്ങനെ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. കിളികളേനെയും ഇതേപോലെ ഓരോ എല്ലാത്തിനെയും നമുക്ക് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ തരും. പിന്നെ കിളികളുള്ളിടത്തൊക്കെ നമുക്ക് ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പാമ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കണ്ടില്ലേ കുറേ പാമ്പും പിന്നെ ഒരുപാടുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ.
വലിയ താറാവ്. ശ്രദ്ധിക്കാൻ പറ. വയസ്സായ താറാവ്. പൊട്ടൊക്കെ ഇട്ടത്. ആ വീട് നല്ല രസം. അതാ വേണമെങ്കിൽ വർത്താനം പറയാൻ തോന്നിട്ട്. വാ, 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 വാ. അമ്മ അടുത്തേക്ക് പോകണ്ട കേട്ടോ. അമ്മ അതിന്റെ കാര്യം ഞാൻ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു. ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓടി വന്ന് സംസാരിച്ചു, ജ്യോതിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. വേണ്ട. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോണ സമയത്ത് ഒന്നും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആരും ഇല്ലാണ്ടിരിക്കണം കണ്ടപ്പോൾ വേഗം പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അവർക്ക് പുല്ലും തീറ്റയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് കഴിച്ച് വയറ് ഫുള്ളായെന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബീച്ചിൽ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ബീച്ചിൽ കളിച്ചു. കുറച്ച് നേരം കേട്ടോ വിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി. നല്ല വെയിലുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അവർ നനഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടോ. പോണ വഴിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.